നേരത്തെ ഒരു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. തൃശൂർ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് മരവിപ്പിച്ചത് ബാങ്കിന്റെ പിഴവ് മൂലമെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് വിശദീകരിച്ചിരിക്കുന്നു. തെറ്റായാണ് ബാങ്ക് പാൻ നമ്പർ രേഖപ്പെടുത്തിയത്. ഇത് സംബന്ധിച്ച് ബാങ്ക് CPMന് കത്ത് നൽകി. ആദായ നികുതി വകുപ്പിന്റെ നടപടികളെ നിയമപരമായി നേരിടുമെന്നും MM വർഗീസ് പറഞ്ഞു. അനീഷ് ആന്റണി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. അനീഷ്, ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ MM വർഗീസിന്റെ വിശദീകരണത്തോടെ വ്യക്തത വന്നിട്ടുണ്ടോ? ഇനി ഏത് രീതിയിലാണ് CPM ഈ വിഷയത്തെ നേരിടാൻ ഉദ്ദേശിക്കുന്നത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് വാർത്താ സമ്മേളനം വിളിച്ചത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പല മാധ്യമങ്ങളിലും പല തരത്തിലായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. ഇതിനെക്കുറിച്ചൊരു വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് CPM ജില്ലാ കമ്മിറ്റിക്ക് തന്നെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചത്. എന്തായാലും MM വർഗീസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, ഈ ബാങ്കിൽ മുൻപ് ആരംഭിച്ച ഒരു അക്കൗണ്ടാണ് ഇപ്പോൾ ആദായ നികുതി വകുപ്പ് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ഈ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് CPM ദേശീയ കമ്മിറ്റിയുടെ പേരിലുള്ള പാൻ നമ്പർ ഉപയോഗിച്ചാണ് ഈ അക്കൗണ്ട്. പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളും ദേശീയ തലത്തിൽ ഈ ദേശീയ കമ്മിറ്റിയുടെ പാൻ നമ്പർ ഉപയോഗിച്ച് തന്നെയാണ് ആരംഭിക്കുക. പക്ഷേ ഇവിടെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടുള്ള ഈ ബാങ്കിൽ തൃശൂർ പാൻ നമ്പർ രേഖപ്പെടുത്തുമ്പോൾ T എന്നതിന് പകരം ഒരു അക്ഷരം J എന്ന് മാറിയാണ് രേഖപ്പെടുത്തിയത്. ഇതാണ് ഈ ആദായ നികുതി വകുപ്പ് ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുണ്ടായ കാരണമായി പറയുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപ പിൻവലിച്ച തർക്കം നേരത്തെ നിലനിന്ന് ഈ 1 കോടി രൂപ പിൻവലിച്ചത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് നിയമാനുസൃതമായി തന്നെയാണ് പിൻവലിച്ചത്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ പണം ബാങ്കിലേക്ക് കൊണ്ടുപോയത് അക്കൗണ്ടിൽ ഒളിച്ചു ചെന്ന് നിക്ഷേപിക്കാനായിരുന്നില്ല, മറിച്ച് ആദായ നികുതി വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥൻ നൽകിയ രേഖാമൂലം നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 1 കോടി രൂപ തിരികെയുമായി ബാങ്കിലേക്ക് എത്തിയത്. ഈ പണം ബാങ്കിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് ഇന്നലെ തന്നെ ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥൻ കത്ത് നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ 3 മണിക്ക് ഈ 1 കോടി രൂപ പിൻവലിച്ച 1 കോടി രൂപയുമായി ബാങ്കിലെത്തിയത്. ഇപ്പോൾ ബാങ്കിൽ നിലവിൽ ആ പണം അവിടെ തന്നെ ആദായ നികുതി വകുപ്പിന്റെ കസ്റ്റഡിയിൽ അതേ ബാങ്കിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്, ഈ ബാങ്ക് ഓഫ് ഇന്ത്യ തൃശൂർ ശാഖയിൽ. എന്തായാലും ഈ അക്കൗണ്ട് നമ്പർ രേഖപ്പെടുത്തിയ ആ കാര്യം ബാങ്ക് അധികൃതർ തന്നെ CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയെ രേഖാമൂലം അറിയിച്ചതായാണ് MM വർഗീസ് ജില്ലാ സെക്രട്ടറി പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷേ ഇത് തുടർന്ന് അനിശ്ചിതമായി തുടർന്നു കൊണ്ടുപോവുകയാണ്. ഇതിന്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്നാണ് MM വർഗീസ് പറയുന്നത്. ഇത് അതുകൊണ്ട് തന്നെ ഈ വിഷയം രാഷ്ട്രീയപരമായും അതുപോലെ തന്നെ നിയമപരമായും നേരിടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ജനങ്ങളുമായി സംവദിച്ച് ഇതിന്റെ സത്യാവസ്ഥ വിശദീകരിക്കും. മാത്രമല്ല നിയമ നടപടികൾ ഉൾപ്പെടെയുള്ളവയിലേക്ക് കടക്കും. ഈ വിഷയം അവസാനിപ്പിക്കാനായി ഈ പണം തങ്ങളുടെ നിയമപരമായിട്ടുള്ള പണമാണ്, പാർട്ടി വൈസംഖ്യയായും മറ്റൊരു മെമ്പർഷിപ്പ് ഫീ ആയും സ്വരൂപിച്ച പണമാണ് ഈ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളത്. ഈ പണത്തിൽ യാതൊരു അനധികൃത സ്വഭാവമുള്ള 1 രൂപ പോലും ഇല്ല എന്നാണ് ജില്ലാ സെക്രട്ടറി. എന്തായാലും ഈ വിഷയം രാഷ്ട്രീയമായും അതുപോലെ നിയമപരമായും നേരിടുമെന്നാണ് ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറയുന്നത്. ലിബീഷ്. ശരി അനീഷ്, രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ തന്നെയാണ് CPMന്റെ തീരുമാനം വിശദമാക്കുകയായിരുന്നു ജില്ലാ സെക്രട്ടറി MM വർഗീസ്. വിവരങ്ങളാണ് അനീഷ് ആന്റണി തൃശ്ശൂരിൽ നിന്ന് നൽകിയത്.